നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മധുവിധു ആഘോഷിക്കാൻ ശ്രീലങ്കയിൽ പോയ യുവാവ് സ്കൂബ ഡൈവിംഗിനിടെ മരണപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് പറപ്പൂർ ഗ്രാമം. പറപ്പൂർ ചോക്കാലിമാട് കനറ ബാങ്കിന് സമീപം അഞ്ചുകണ്ഠൻ കോയയുടെ മകൻ AK മുഹമ്മദ് ഇർഫാൻ 28 മരിച്ചത്. ഈ മാസം 8 ഇർഫാൻ വിവാഹിതനായത്. ഭാര്യ ഷിഫയോടൊപ്പം വിനോദയാത്ര പോയതായിരുന്നു. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പമാണ് ഇവർ ശ്രീലങ്കയിലെത്തിയത്. ബിസിനസ് പങ്കാളിയായ കൊടുവള്ളിയിലെ സുഹൃത്തുമുണ്ടായിരുന്നു. കൊളംബോയിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ ട്രിൻകോവാലിയിൽ സ്കൂബ ഡൈവിംഗ് നടത്തുന്നതിനിടെയാണ് സംഭവം. അതിനിടെ ഹൃദയാഘാതമുണ്ടായി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടന്നുവരുന്നു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇർഫാന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു മുഹമ്മദ് ഇർഫാൻ. MSF, യൂത്ത് ലീഗ് എന്നിവയുടെ ഭാരവാഹിയായിരുന്നു. ഫുട്ബോൾ കളി പ്രേമിയായിരുന്നു. അർജന്റീന ഫുട്ബോൾ ആരാധകനായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീനയുടെ വിജയവുമായി ബന്ധപ്പെട്ട് വേങ്ങരയിൽ നിന്നുള്ള മാധ്യമ വാർത്തകളിൽ ഇർഫാൻ ഇടം പിടിച്ചിരുന്നു. ഇല്ല, മെസ്സി തീർച്ചയായിട്ടും ഫസ്റ്റ് 11 ടീം ലൈനപ്പ് വന്നിട്ടുണ്ടല്ലോ. പൂർണ്ണ സജ്ജമായിട്ട് തന്നെ മെസ്സി കളത്തിലുണ്ടാവും. ഇപ്രാവശ്യത്തെ കപ്പും ബാക്ക് ടു ബാക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടിക്കുന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ടീമുകൾ. അത് കാലങ്ങളായിട്ട് ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. മുന്നേ റിക്വൽമി ഉണ്ടായിരുന്നു, മറഡോണ പോലെയുള്ള പ്രമുഖ താരങ്ങളുണ്ടായിരുന്നു. അത് കാലങ്ങളായിട്ട് ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെയാണ്. വോളിബോൾ, ബാഡ്മിന്റൺ കളിക്കാരനായിരുന്ന ഇർഫാൻ നേരത്തെ ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. മുമ്പ് ബൈക്കിൽ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങുകയും ചെയ്തിട്ടുണ്ട്. മാതാവ് നഷീദ, ഫാത്തിമ കെൻഷ, ഫാത്തിമ റഷ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. Amia Golden Diamonds, Bypass Road, Chemmadu.